സംഘടനാ പാഠവും ഏറ്റവും മികച്ച രീതിയിൽ കാര്യപ്രാപ്തിയോടെ നടപ്പിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വം മാറിയേ പറ്റൂ. രാഹുൽ ഗാന്ധിയെ പോലൊരാൾ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് മാത്രം സംഘടന പരിപൂർണമായി സുസജ്ജമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. അതിന് നേതൃനിരയിൽ പുതിയ കഴിവുള്ളവർ ഉയർന്നു വരണം. സച്ചിൻ പൈലറ്റിനെ പോലെ, ജിഗ്നേഷ് മെവാനിയെ പോലെ നിരവധിയായ നേതൃഗുണമുള്ള പല ചെറുപ്പക്കാരും AICCയുടെ പ്രധാന പദവികളിൽ എത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാകും. BJPയുടെ ദേശീയ അധ്യക്ഷൻ നോക്കും, അദ്ദേഹത്തിന്റെ പ്രായം നോക്കും. നിതിൻ നബീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എങ്ങനെയാണ് BJP സംഘടനാപരമായി ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്? അദ്ദേഹം ബീഹാറുകാരനായിട്ടുള്ള, ബീഹാർ നിയമസഭയിൽ 5 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ്. അതിനപ്പുറം അദ്ദേഹം ദേശീയ അധ്യക്ഷനായതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ പേര് ഈ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന. കാരണം ഈ രാജ്യത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. 50 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും സംസ്ഥാനങ്ങളുടെ അധ്യക്ഷ പദവി കൈകാര്യം ചെയ്യുന്നത് ആ പാർട്ടിയിൽ. കോൺഗ്രസിൽ അങ്ങനെയാണോ? കോൺഗ്രസ് സംഘടനാപരമായി ഓരോ സംസ്ഥാനത്ത് നോക്കുക, അധ്യക്ഷ പദവി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ അവർ ഒരിക്കലും മാറാൻ സമ്മതിക്കാതെ അവരുടെ ഈ വിസമ്മതി എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാകുന്നത് എന്നുള്ളത് പ്രായോഗികമായി ചിന്തിച്ചാൽ മാത്രം മതി. അവിടെയാണ് സംഘടനാപരമായി BJPയെ കണ്ടുപിടിക്കേണ്ടതായി ഉള്ളത്. മറ്റൊരു കാര്യവും BJPയിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഗുണമുള്ളതല്ല. ഈ രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് വോട്ട് ഷെയർ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗീയ പാർട്ടി, അതിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പക്ഷേ സംഘടനാപരമായി അവർ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. അവരൊരു പ്രത്യേക വ്യക്തിയിൽ കേന്ദ്രീകരിച്ചല്ല ആ സംഘടന പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് അവർ കൂടെയായി ഉടച്ചു വാർത്ത് ആ പ്രസ്ഥാനത്തെ റിഫൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. കോൺഗ്രസ് പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് എന്ന രീതിയിൽ അടിമുടി മാറ്റം വരുത്താതെ തോൽക്കുന്നവരെ, ജനങ്ങൾ തിരസ്കരിക്കുന്നവരെ വീണ്ടും വീണ്ടും നിർത്തി ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറായാൻ ശ്രമിച്ചാൽ BJPയുമായി ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ തിരിച്ചടികൾ ഉണ്ടാകും, സ്വാഭാവികം. ഇപ്പൊ തന്നെ നോക്കൂ, BJPയുമായി നേർക്കുനേർ പോരാടി വിജയം വരിച്ച ഏത് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഭരിക്കുന്നത്? കർണാടകയും ഹിമാചലും ഒഴിച്ച്. കേരളത്തിൽ BJPയുമായിട്ടാണോ നേരിട്ട് ഏറ്റുമുട്ടിയത്? BJP കേരളത്തിൽ വളരുന്നുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൽ CPIMന്റെ നെറികെട്ട ഭരണത്തിന് കൊടുത്ത, 10 കൊല്ലത്തെ തുടർ ഭരണത്തിന് കൊടുത്ത ഏറ്റവും വലിയ അടിയുടെ പ്രയോജനം കോൺഗ്രസിന് കിട്ടിയതാണ്. അതുപോലെ തന്നെയാണ് 9 കൊല്ലം തുടർച്ച ഭരിച്ച് മുടിപ്പിച്ച ചന്ദ്രശേഖർ റാവുവിനെ താഴെ ഇറക്കാനാണ് അവിടെ രേവന്ത് റെഡ്ഡിക്ക് വോട്ട് കൊടുത്തത്. നേരിട്ട് BJP തുടർച്ചയായി ഭരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചുരുങ്ങിയത് എന്തുകൊണ്ടാണ്? ഈ കടൽ കിഴവന്മാരെ കാരണമാണ്. സംഘടനാപരമായി മാറ്റം കൂടിയേ തീരൂ.